അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സദ്യ സ്റ്റൈലിലെ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് കടുക്, ഉലുവ, ഒരു കഷ്ണം ചെറിയ ഉള്ളി, 3 പച്ചമുളക്, ഒരു ഏത്തപ്പഴം കഷ്ണങ്ങളാക്കിയത്. അപ്പോൾ ഈ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കടുക്, ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർക്കണം. പിന്നെ കുറച്ച് വറ്റൽമുളക് കീറിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 3 പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളെടുത്ത ഏത്തപ്പഴമാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അതിലേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒരു മധുരത്തിനായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച മോരാണ്. അപ്പോൾ അതിലേക്ക് ചേർത്തിട്ട് ഇനി ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി, അധികം തിളച്ച് പോകണ്ട. അപ്പോൾ ഒരു ചെറിയ തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുളിശ്ശേരിയൊക്കെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി സദ്യ സ്റ്റൈലിലെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.